ചാനൽ 2 പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈസ്റ്ററിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് ഈസ്റ്റർ. 50 ദിവസത്തെ നോമ്പാചരണത്തിന്, ഉപവാസത്തിന്, ദാനധർമ്മങ്ങൾക്ക് എല്ലാം ശേഷം പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദിവസം ഈസ്റ്റർ. ഈ ഒരു ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കുവെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രത്യാശയില്ലാത്ത ഒരു അന്തരീക്ഷമാണ് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ വലിയ ക്രൈസിസ്, ആ വലിയ യുദ്ധം നമ്മെ എല്ലാവരെയും ആകുലപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് പരിചയമുള്ളവര് എല്ലാവരും അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവിടെ ജീവിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് എങ്ങനെ ഈസ്റ്ററിനെ സമീപിക്കാം എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം, എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമുക്ക് ഒരു ദൈവമുണ്ട്, അത് സ്നേഹിക്കുന്ന ദൈവമാണ്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവം സമീപസ്ഥനാകുന്ന ഈ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതൊരു ജനതയുണ്ടെന്ന് ഇസ്രായേലിന്റെ വലിയ അനുഭവമാണ്. വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ അടുത്തേക്ക് വരുന്ന ഒരു ദൈവം വേറെ ഏതൊരു ജനതയ്ക്കുണ്ട് എന്ന് ഇസ്രായേല് വിചാരിക്കുന്ന ദൈവം. അപ്പൊ ദൈവത്തിന്റെ ഒരു സ്നേഹമാണ്. തൻ്റെ ഏകജാതന നൽകി. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് പിന്നീട് തൻ്റെ ജീവിതകാലം 33 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. അതിൽ 30 വയസ്സ് വരെ എവിടെയായിരുന്നു എന്ന് ഇന്നും ഒരു രഹസ്യമായിട്ടിരിക്കുന്ന കാര്യമാണ്. ആർക്കും അറിഞ്ഞുകൂടാ. 3 വർഷങ്ങൾ മാത്രമേ ക്രിസ്തു പരസ്യമായി ജീവിച്ചുള്ളൂ. പരസ്യമായ ജീവിച്ച ആ കാലഘട്ടത്തിൽ ശക്തമായ സന്ദേശം ജീവിതത്തിലൂടെ ഈശോ നൽകി. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതർക്ക് മോചനം. അതാണ് തൻ്റെ ദരിദ്രരോട് സുവിശേഷം. അതായത് തൻ്റെ സുവിശേഷം എന്താണെന്ന് ഈശോ ആദ്യം തന്നെ വ്യക്തമാക്കി. അതായത് പാവപ്പെട്ടവരുടെ പക്ഷം ചേരുക, അതാണ് തൻ്റെ ജീവിത ലക്ഷ്യം. അപ്പോൾ തൻ്റെ ഏകജാതനെ നൽകിയ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈശോ കടന്നു വരുന്നത്. തൻ്റെ ജീവിതകാലത്ത് എത്രയോ ആളുകൾക്ക് സൗഖ്യം നൽകി, വിശന്നവർക്ക് അപ്പം വിഭജിച്ച് നൽകി, അനീതിക്കെതിരെ ശക്തമായിട്ട് പോരാടി. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനീതിക്കെതിരെ ഉള്ള പോരാട്ടമായിരുന്നു ഈശോയ്ക്ക് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഈശോ വധിക്കപ്പെട്ടു? അവിടുത്തെ ആ വധിക്കപ്പെട്ടതിന് കാരണം മറ്റൊന്നല്ല, അവിടുത്തെ സാഹചര്യങ്ങളിൽ അന്ന് സമൂഹത്തെ നിയന്ത്രിച്ചിരുന്ന, ഇസ്രായേലിനെ നിയന്ത്രിച്ചിരുന്ന പുരോഹിതരും പ്രധാനപ്പെട്ട ആളുകളും അവർക്ക് അവരുടെ രീതികൾ ശരിയല്ല എന്ന് കരുതി അവർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു ഈശോയ്ക്ക് ഉണ്ടായിരുന്നത്. അവരെ എങ്ങനെയാണ് ഈശോ വിളിച്ചത്? വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്നാണ്. പുറമേ കുഴിമാടങ്ങളെല്ലാം വളരെ ഭക്തി, ഉള്ളില് എന്താണെന്ന് നമുക്കറിയാം. അതുപോലെയാണ് ഉള്ളിൽ നിങ്ങൾക്ക് സത്യവും നീതിയുമില്ല, വഞ്ചനയും കളവുമാണുള്ളത്. ജഡിക മോഹങ്ങളിലാണ് പെട്ടിട്ടുള്ളത്. എന്നാൽ പുറമേ ഭക്തിയുടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യതയോടെ പാലിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിലെ ഇസ്രായേൽ മതത്തിന് നേതൃത്വം നൽകുന്നവരെ അപ്രകാരം വിളിക്കുമ്പോൾ ഈശോയെ അവര് വധിക്കുകയാണ് ചെയ്തത്, ക്രൂരമായ പീഡനത്തിലൂടെ. കൂടെ ഉണ്ടായിരുന്ന 12 അപ്പസ്തോലന്മാരും ധാരാളം ശിഷ്യഗണങ്ങളും ഈശോയ്ക്ക് ഈ കാലഘട്ടത്തിൽ ഈ 3 വർഷം കൊണ്ട് ഉണ്ടായി. ഈശോയുടെ പഠനങ്ങള്, ഈശോയുടെ ജീവിതം എല്ലാം സ്വന്തമായിട്ട് ഈശോയെ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ, അവരെ എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് ഈശോ കൊല്ലപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ എല്ലാവരും കരുതി, കൂടെ ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാരും എല്ലാവരും കരുതി തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് കരുതുകയാണ്. എന്നാൽ അവിടെ എല്ലാം അവസാനിക്കുകയായിരുന്നില്ലല്ലോ. 3-ാമത്തെ ദിവസം
അവിടുന്ന് ഉദ്ധാനം ചെയ്യുകയാണ്. എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഉദ്ധാനം ചെയ്യുകയാണ്. ക്രിസ്തുവിന്റെ ഉദ്ധാനം അതൊരു അനുഭവമാണ്, ദൈവത്തിന്റെ അനുഭവമാണ്. ആരെങ്കിലും കണ്ടോ ഈശോ ഉദ്ധാനം ചെയ്യുന്നത്? ആരും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ 2000 വർഷത്തെ ഉദ്ധാനത്തിന്റെ അനുഭവത്തിലൂടെ ക്രൈസ്തവ ലോകം, ക്രിസ്തു അനുയായികള് മുന്നോട്ട് നീങ്ങുന്നത്? അത് അനുഭവത്തിലൂടെയാണ്, ഉദ്ധാനത്തിന്റെ അനുഭവത്തിലൂടെയാണ് അത് സ്വന്തമാക്കാൻ കഴിയൂ എന്നുള്ളത്. ഉദ്ധാനത്തിന് ശേഷം ചിതറിക്കപ്പെട്ട അപ്പസ്തോലന്മാരുണ്ട്. അവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് അവരോട് ഈശോ നൽകുന്ന ഒരു സന്ദേശം: സമാധാനം നിങ്ങളോടുകൂടി. നിങ്ങൾ ദുഃഖിക്കരുത്, കണ്ണുനീര് നിങ്ങൾ ഒഴുക്കരുത്, സമാധാനം നിങ്ങളോടുകൂടെ, ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഞാൻ ഉണ്ടായിരിക്കും. അതായത് ഈസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശം പ്രത്യാശയുടേതാണ്, ഒരിക്കലും നിരാശയുടേതാകരുത്. നമുക്ക് ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ചിന്ത എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. നമുക്ക് നിരാശപ്പെടാൻ ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് സാമ്പത്തികമായ മേഖലകളിൽ, രോഗത്തിന്റെ മേഖലകളിൽ, മറ്റ് മേഖലകളിലെല്ലാം തന്നെ നിരാശപ്പെടാൻ ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ പ്രത്യാശയാണ് നമ്മെ ശക്തിപ്പെടുത്തേണ്ടതും മുന്നോട്ട് നയിക്കേണ്ടതും. അതിൽ നമുക്ക് എപ്പോഴും കരുത്തും കൃപയും എല്ലാം ദൈവത്തിൽ നിന്ന് ലഭിക്കും. നമുക്ക് ഈ അടുത്ത നാളില് 2020 മത്സരം, ക്രിക്കറ്റ്, അവിടെ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് തന്നെയായ നമുക്ക് സഞ്ജു സാംസൺ എല്ലാവരും എഴുതി തള്ളിയ വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിനൊരു പ്രത്യാശയുണ്ടായിരുന്നു, തനിക്ക് ഒരു ദിവസം കീഴടക്കാൻ കഴിയും, ഈ മേഖലയിൽ കീഴടക്കി അവിടെ വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രത്യാശ. തന്നെ ഓരോ വർഷവും പലപ്പോഴും തഴയപ്പെട്ടപ്പോഴും എല്ലാം അദ്ദേഹം പ്രത്യാശ നഷ്ടപ്പെട്ടു പോയിരുന്നില്ലല്ലോ. പകരം ഒരു ദിവസം തനിക്ക് വരും. അതുകൊണ്ട് അടുപ്പിച്ച മാച്ചുകളിൽ, 3 മാച്ചുകളിൽ അദ്ദേഹത്തിന് വളരെ വലിയ സ്കോർ നേടാൻ സാധിക്കുകയും ടൂർണമെന്റിൽ പല കളികളിലും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം മാൻ ഓഫ് ദി സീരീസ് ആയിട്ട് അദ്ദേഹം മാറുകയും ചെയ്തില്ലേ. അദ്ദേഹം പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ: നമുക്ക് ദൈവത്തിലുള്ളൊരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. നമുക്ക് സാമ്പത്തിക മേഖലകളിൽ, രോഗത്തിന്റെ മേഖലകളിൽ, ജോലി കിട്ടാത്തത് കൊണ്ട്, അങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് ദുഃഖങ്ങളുണ്ട്. അവിടെയൊന്നും നമ്മൾ മനസ്സ് മടുക്കാൻ പാടില്ല. പകരം നമുക്ക് പ്രത്യാശയോടുകൂടെ കാത്തിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ഈസ്റ്റർ. മരിച്ചു, സംസ്കരിക്കപ്പെട്ടു, അവിടെ തീർന്നില്ല, ഉദ്ധാനം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും നൽകണം. അത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. എല്ലാവരിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. പക്ഷെ എല്ലാവരിലും ഒരു സന്ദേശം എത്തിക്കാൻ കഴിയുന്നത് സ്നേഹത്തിൻ്റെതാണ്. അതാണ് ഈ ഈസ്റ്ററിന്റെ സന്ദേശം. അതായത് മരണവും അതിൻ്റെ ദുഃഖങ്ങളും അതെല്ലാം തൽക്കാലത്തേക്കേ ഉള്ളൂ, അതിനപ്പുറത്തൊരു ഉദ്ധാനമുണ്ട് എന്ന് നമുക്കൊരു പ്രത്യാശ നൽകുകയാണ് ഈസ്റ്റർ. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ ഉണ്ട്. പക്ഷെ അവിടെയൊന്നും നമ്മൾ തളരാൻ പാടില്ല. പകരം അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പ്രത്യാശയാണ്. നമുക്ക് എത്രയോ ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്, കണക്ക് കേട്ടാൽ നാം ഞെട്ടിപ്പോകും. അത് എന്തുകൊണ്ടാണ്? പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അവർ ജീവിതം അവസാനിപ്പിക്കുന്നത്. നിസ്സാര കാര്യങ്ങളിൽ ഒരു വർഷം 2025 സ്വയം ജീവിതം അവസാനിപ്പിച്ചത് 12,000-ലധികം ആളുകളാണ്. ഇതൊരു വലിയൊരു സംഖ്യയാണ് അത്. അതിൽ ആരൊക്കെയുണ്ട്? പ്രായമായവര്, 70 കഴിഞ്ഞു പോയവരുണ്ട്, 40കളിലുള്ളവരുണ്ട്, സ്ത്രീകളുണ്ട്, യുവതികളുണ്ട്, പുരുഷന്മാര്, കുട്ടികളും അതിൽ ഉണ്ട് എന്നുള്ളത് നമ്മെ സങ്കടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ക്രിസ്മസ്, ഈസ്റ്റർ നൽകേണ്ട സന്ദേശം നമുക്ക് മറ്റൊന്നുമല്ല, ഉദ്ധാനത്തിന്റെ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. കണ്ടുമുട്ടുന്ന എല്ലാവരിലും പ്രത്യാശ എത്തിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള സ്നേഹം, ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കും. ആ മരുഭൂമിയിൽ നിശബ്ദത ഓരിയിടുന്ന മണലാരണ്യത്തിൽ ദൈവം എന്നെ കണ്ടെത്തും, വാരി പുണരും, കണ്ണിലെ കൃഷ്ണമണി പോലെ പരിചരിക്കും. വിരിച്ച ചിറകുകളിൽ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ സമ്മഹിക്കുന്നത് പോലെ
അവൻ എന്നെ സംവഹിക്കുമെന്നാണ് മോശയുടെ ജീവിതാനുഭവം. അതുതന്നെയാണ് ഉദ്ധാനത്തിൻ്റെ വലിയ സന്ദേശം, ഈസ്റ്ററിന്റെ സന്ദേശം അതാണ്. പ്രത്യാശയോടുകൂടെ നമുക്കായിരിക്കാം, ചുറ്റുമുള്ള ആളുകളെ നമുക്ക് സ്നേഹിക്കാം, കണ്ടുമുട്ടുന്നവരിലെല്ലാം നമുക്ക് ഇപ്പോൾ തിരിച്ചടികൾ ഉണ്ടാകാം, പക്ഷേ നാളെ ഒരു നന്മയുടെ ദിവസം കടന്നു വരും. നമുക്ക് ആ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധം, അവിടെ നമുക്ക് പ്രത്യാശ നഷ്ടപ്പെടാൻ പാടില്ല. പകരം നമുക്കവിടെ നന്മയുണ്ടാകുന്നതിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അതെല്ലാം അവസാനിപ്പിച്ച് തിന്മയുടെ രൂപഭാവങ്ങൾ അവര് ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ഈസ്റ്ററിന്റെ വലിയ പ്രത്യാശ നൽകാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. യുദ്ധം എത്രയും വേഗം അവസാനിക്കണം. സമാധാനം നിങ്ങളോടുകൂടി എന്നാണ് ഉദ്ധിതനായ ക്രിസ്തു കണ്ടുമുട്ടിയ എല്ലാവരോടും പറഞ്ഞത്. എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോടും ഉദ്ധിതനായ ക്രിസ്തു പറയുന്നു, സമാധാനം നിങ്ങളോടുകൂടെ. നിങ്ങളുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകും. ഈസ്റ്റർ നൽകുന്ന സന്ദേശം, ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും എന്നും നമ്മോടുണ്ടാകും, നമ്മോടൊപ്പമുണ്ട്. മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകാൻ, നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈസ്റ്ററിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.